കാശ് കൊടുത്തതിന് മുതലായി. ഇപ്പൊ അബ്ദുറഹ്മാൻ സാഫി കൊടുത്തതിന്റെ ആ ഒരു ഇതിപ്പോ ഇവിടെ കണ്ടില്ലേ? എന്ത് രസത്തിലാണ് അദ്ദേഹം ഒരു കഥ അവതരിപ്പിച്ചത്. ഞങ്ങളിങ്ങനെ കാറിൽ പോയ കാര്യം അറിയില്ലെന്ന് അടിച്ചിരുന്നോ? അല്ലത് അടിച്ചിരുന്നോ? എന്താ സാഹിബ് പോക്ക സാഹിബങ്ങൾ അടിച്ചിട്ടാ പോയത്? ഇതൊക്കെ പറഞ്ഞ ആ പോണ പോക്കില് കാറ് പോയത് ഓർമ്മയുണ്ട്, വീട്ടിൽ പോയത് ഓർമ്മയില്ല. എന്താ കള്ളടിച്ചിട്ടാ? സോറി ട്ടോ, തെറ്റിദ്ധരിക്കരുത്. അല്ല, തെറ്റിദ്ധരിക്കരുത്. സങ്കടമുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്നതിന് സങ്കടമുണ്ട്. അതുകൊണ്ട് പറയാണ്, സദസ്സൊന്നും ചോദ്യം വേണ്ട. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, സങ്കടമുണ്ട്. കാരണം ഇവിടെ പച്ച കള്ളം പറഞ്ഞു, തെളിവുദ്ധരിക്കൽ ചോദിച്ചു ഞങ്ങള് പരിശുദ്ധ ഖുർആനെന്ന് നിങ്ങൾക്കൊരു ആയത്തോടാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ പറഞ്ഞത്? ഫൈസൽ മുസ്ലിയാരുടെ ഉത്തരണ്ട് ഇതാകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. നേരത്തെ ഞങ്ങൾ ചോദിച്ചു, ആലു ഷെയ്ഖിന്റെ കിതാബ് ഉദ്ധരിച്ചപ്പോ എന്താ പറഞ്ഞു? അല്ല, ആലു ഷെയ്ഖ് മൻഹജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ സലഫി പണ്ഡിതന്മാരെന്നാ പറഞ്ഞു. എന്തെങ്ങൾ പറഞ്ഞു? ചോദ്യം ചോദിച്ചാല് മാന്യമായിട്ട് ഉത്തരം പറയുന്നതിന് കഥ പറയുക. അതെ, ഇല്ലാത്ത കഥ പറയുകയാണ്. സഹോദര, എന്തതിന് തെളിവ്? പച്ച നുണാന്ന് ഞങ്ങൾ പറഞ്ഞ എന്തതിന് തെളിവ്? ഒന്ന് നിങ്ങൾ പറയും, ഇതിനെന്ത് തെളിവ്? ഇനി ഇത് അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് വീട് അറിയില്ല. നോക്കണം, നിങ്ങൾ ഒരു കഥ തിരക്കഥയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഷെയ്ഖിനോട് ചോദിക്കണ്ടേ ഇതൊക്കെ പറഞ്ഞ് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കാന്ന് ചോദിച്ചു വരണ്ടേ? ഞങ്ങൾ ചോദിച്ചത് എന്താണ്? പരിശുദ്ധ ഖുർആനിൽ നിന്നൊരു ആയത്തോതാൻ പറഞ്ഞു. ആ ആയത്തോതാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഓതിയതെന്നാണ്? ശരണം തേടുന്നത്. ഇതിന് തർക്കമുള്ളതാ? നമുക്ക് തർക്കമുള്ള വിഷയ? ഇവിടെ ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതി, ജിന്നിനോട് സഹായം ചോദിക്കുന്നതിൽ ഷിർക്കാവുന്നതും ഷിർക്കാവത്തുണ്ട് എന്ന എല്ലാം ഹറാമാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങളുടെ വാദം എന്താണ്? നിങ്ങളെ എല്ലാം ഷിർക്കാവുന്ന പറഞ്ഞത് എങ്കിൽ അതിന് ഖുർആന്റെ ആയത്ത് എല്ലാം ഷിർക്കാണെന്ന് എന്റെ സഹോദരന്മാർ മനസ്സിലാക്കണം. എല്ലാം ഷിർക്ക്. എന്ത്? ജിന്നിനോട് സഹായം ചോദിക്കുന്നത് എല്ലാം ഷിർക്ക്. എന്നിട്ട് അദ്ദേഹം ഇവിടെ മറ്റേ ഖുർആനിന്റെ ആയത്തോതിയതാ ശരണം തേടരുത്. അതിനെവിടെ തർക്കം? നമ്മൾ തർക്കമുള്ള വിഷയമാണോ ഇത് തർക്കമുള്ള വിഷയമാണോ? എന്റെ മാന്യ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഇത് തർക്കമുള്ള വിഷയമാണോ? ഇവിടെ ആയത്തോട് അതിന്റെ തഫ്സീർ ഓതാൻ പറഞ്ഞു. അമാന് വേണ്ട, നിങ്ങൾ ആധികാരികമായ മുഫസ്സിരീങ്ങളോട് പറഞ്ഞിട്ടുള്ള അത് നിങ്ങൾ പറയണ്ട. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പറയണ്ട. അമാനി മൗലവിയുടെ അതിലെഴുതിയ ആ തഫ്സീർ നിങ്ങൾക്ക് ഉദ്ധരിച്ചൂടെ? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉദ്ധരിക്കുന്നില്ല?